തൻ്റെ ജീവിതത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ്, സംസാരിക്കുകയാണ് രഞ്ജിനി ഹരിദാസ്. ജീവിതത്തിൽ എപ്പോഴും തൻ്റെതായ പ്ലാനുകൾ രഞ്ജിനിക്കുണ്ട്. വിവാഹം വേണ്ടെന്ന് രഞ്ജിനി നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. ഭർത്താവും കുട്ടികളുമായി അവർക്ക് വേണ്ടി ജീവിതം ജീവിച്ചു തീർക്കാൻ രഞ്ജിനി ഇഷ്ടപ്പെടുന്നില്ല. ഓരോ നിമിഷവും തനിക്കായി ജീവിക്കണമെന്നാണ് രഞ്ജിനി ഇഷ്ടപ്പെടുന്നത്. ഒന്നിലേറെ പ്രണയബന്ധങ്ങൾ രഞ്ജിനി ഹരിദാസിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനെപ്പറ്റി രഞ്ജിനി തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. പ്രണയിച്ചവരിൽ ഒരാൾ മാത്രമാണ് തന്നെ വഞ്ചിച്ചത് എന്ന് രഞ്ജിനി ഹരിദാസ് പറയുന്നു. വളരെ ചെറിയ പ്രായത്തിലെ താൻ ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല വ്യക്തികൾ, അതിനിടയിൽ ഒരു തെണ്ടി. എന്തൊരു മോശം വ്യക്തി, നുണയൻ, നർസിസ്റ്റ്, ഇവരൊക്കെ ഒറ്റ പാക്കേജിൽ കിട്ടി. ആ സംഭവമാണ് തനിക്ക് ഏറ്റവും അധികം റിഗ്രറ്റുമുള്ളത്. വേണ്ടായിരുന്നു എന്ന് തോന്നി. പേര് പറയാൻ തനിക്ക് താല്പര്യമില്ല, പക്ഷെ അത് ഫണ്ണായിരുന്നില്ലെങ്കിലും രഞ്ജിനി ഹരിദാസ് പറയുകയാണ്, ഞാൻ വിശ്വസിച്ചു പോയി. ആൾക്കാരെ ഇങ്ങനെ പറ്റിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പ്രണയത്തിന്റെ പേരിൽ പറ്റിക്കുന്നത് എന്തു മോശമാണ്. പ്രണയത്തിലായി അടിയുണ്ടാക്കും, പിരിയാം, അത് കുഴപ്പമില്ല. എന്തിനാണ് വിശ്വാസ വഞ്ചന? പ്രേമമാണെന്ന് നുണ പറയുന്നത് എന്തിനാണ്? സത്യസന്ധത കാണിക്കണമെന്നും രഞ്ജിനി ഹരിദാസ് പറയുന്നു. അത് കഴിഞ്ഞ് എനിക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായി. കോവിഡ് സമയം വളരെ നല്ലതായിരുന്നു, പക്ഷെ ആ ബന്ധവും അവസാനിച്ചു. ഇപ്പോൾ താൻ സിംഗിളാണെന്ന് രഞ്ജിനി ഹരിദാസ് തന്നെ തുറന്നു പറയുകയാണ്. അച്ഛൻ മരിച്ച ശേഷം 12 വർഷത്തോളം വെള്ള വസ്ത്രത്തിലായിരുന്നു അമ്മ. ഒട്ടുതൊടില്ല, കല്യാണത്തിന് വിളിക്കില്ല, തൊട്ടടുത്ത് ഇരുന്നൊക്കെ പറയും. അതൊക്കെ കേട്ടപ്പോൾ തന്നെ കല്യാണം ശരിയാകില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. അമ്മ കല്യാണം കഴിച്ചാൽ ഞാൻ ഹോസ്റ്റലിൽ പോകുമെന്നാണ് ഞാൻ പറഞ്ഞത്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് വല്ല അറിവുമുണ്ടോ? പിന്നീട് അമ്മയോട് ജീവിത പങ്കാളിയെ നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്നാണ് അമ്മ പറഞ്ഞത്. അമ്മ നേരിട്ട് സാമൂഹിക അവഗണന അമ്മയെ മനസ്സിലാക്കി ബാധിച്ചു. ഇപ്പോഴും പുറത്തു പോകാൻ അമ്മയ്ക്ക് മടിയാണ്. ആരുടെയും ചിറകിട്ട് വെക്കരുത്. എൻ്റെ ചിറക് തൊടാൻ പോലും ഞാനൊരു അവസരം ഒരാൾക്കും കൊടുക്കുന്നില്ല എന്നും രഞ്ജിനി ഹരിദാസ് പറയുന്നു. നിങ്ങൾക്ക് രഞ്ജിനി ഹരിദാസിന് ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്.